ഹായ്, ARS വോയിസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും യുദ്ധവുമായി ബന്ധപ്പെട്ട് ഒരുപാട് നിർണായക സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരുപാട് സംഭവങ്ങൾ നാം മുൻപത്തെ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് ഘട്ടങ്ങളായി വിവിധ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ തുടങ്ങി ഓപ്പറേഷൻ സിന്ദൂറായിട്ടും പാകിസ്ഥാൻ്റെ വ്യാജ പ്രചാരണങ്ങളായിട്ടും വെടിനിർത്തൽ കരാറുമായിട്ടും വെടിനിർത്തൽ കരാർ ലംഘിക്കലുമായിട്ടും ഇങ്ങനെ തുടങ്ങി നിരവധി പ്രഖ്യാപനങ്ങളും അഭിപ്രായങ്ങളും എല്ലാം നിറഞ്ഞുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലും ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലുമെല്ലാം നിരന്തര ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ ഈ ഒരു യുദ്ധം. ഇത് കൂടുതൽ യുദ്ധത്തിലേക്ക് പോകുകയാണെങ്കിൽ അപകടകരമാവുമെന്ന് പലരും അഭിപ്രായപ്പെടുന്നു. എങ്കിലും സമാധാനമാണ് ഇരുകൂട്ടരും ആഗ്രഹിക്കുന്നത് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇതിൻ്റെ എപ്പിസോഡ് 1 നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഷോർട്സ് ആയിട്ട് അതിൻ്റെ പാർട്ടുകളായിട്ടാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. എപ്പിസോഡ് 2 ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഏവർക്കും എപ്പിസോഡ് 2ലേക്ക് സ്വാഗതം. സ്കാൾപ്പും ഹാമറും ഇന്ത്യയുടെ ബ്രഹ്മാസ്ത്രങ്ങൾ. പാക് അധീന പ്രദേശങ്ങളിൽ പ്രത്യാക്രമണം നടത്താൻ ഇന്ത്യൻ സൈന്യം ഉപയോഗിച്ചത് അത്യാധുനിക മിസൈലുകളും ഡ്രോണുകളുമാണ്. പൊതുവിൽ ആയുധശേഖരത്തിൽ സമ്പന്നമാണ് ഇന്ത്യ. പ്രതിരോധ ചിലവ് കൂടിയ ആദ്യ 5 രാജ്യങ്ങളിൽ ഇന്ത്യയുമുണ്ട്. ബ്രഹ്മോസ്, നിർഭയ് പോലുള്ള ക്രൂയിസ് മിസൈലുകളും പൃഥ്വി, അഗ്നി പോലുള്ള ബാലിസ്റ്റിക് മിസൈലുകളും ഉൾപ്പെടെ ഇന്ത്യ തദ്ദേശീയമായി തന്നെ വലിയ തോതിൽ ആയുധങ്ങൾ വികസിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിൽ ആക്രമണം വിതച്ചത് സ്കാൽപ്പ് മിസൈലുകളും ഹാമർ ബോംബുകളുമായിരുന്നു. സ്കാൽപ്പ് മിസൈൽ ബ്രിട്ടീഷ് എയ്റോസ്പേസും ഫ്രഞ്ച് കമ്പനിയായ MBDയും ചേർന്നാണ് സ്കാൽപ്പ് മിസൈൽ വികസിപ്പിച്ചത്. ബ്രിട്ടീഷുകാർ ഇതിനെ സ്റ്റോം ഷാഡോ എന്നും ഫ്രാൻസിൽ സ്കാൽപ്പ് EG എന്നും മിസൈലിനെ വിളിക്കുന്നു. ഫ്രാൻസിൻ്റെ വിഖ്യാതമായ അപ്പാഷെ ആൻറ്റി റൺവേ ക്രൂയിസ് മിസൈലിനെ മാതൃകയാക്കി നിർമ്മിച്ച സ്കാൽപ്പ് ഇന്ത്യ പാകിസ്ഥാനിൽ പ്രയോഗിച്ചത് റഫാൽ പോർ വിമാനത്തിലാണ്. 25 വർഷമായി പല രാജ്യങ്ങളിലും ഇത് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഇറാഖ്, സിറിയ, ലിബിയ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ മിസൈൽ കനത്ത പ്രഹരം സൃഷ്ടിച്ചിട്ടുണ്ട്. യുക്രൈൻ റഷ്യക്കുമേലും ഈ മിസൈൽ പ്രയോഗിച്ചു. സ്കാൽപ്പ് മിസൈലിന് ഏകദേശം 1300 കിലോ ഭാരമുണ്ട്. 48 സെൻറ്റിമീറ്റർ വ്യാസമുള്ള ബോഡിയും ചിറകുകൾക്ക് 304 സെൻറ്റിമീറ്റർ വലിപ്പവുമുണ്ട്. 250 കിലോമീറ്റർ ദൂരത്തുള്ള ലക്ഷ്യം ഭേദിക്കാൻ ഈ മിസൈലിന് സാധ്യമാണ്. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്